ഹായ് DSK പ്ലാറ്റോ, ദിസ് ഈസ് മീ യുവർ ഫ്രണ്ട് സെൽവകുമാർ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത പ്രത്യേകിച്ചും ഞാൻ പറയേണ്ടതില്ല, നമുക്ക് ഏവർക്കും അറിയുന്നതാണ്. ഗൈസ്, ടുഡേ ഈസ് February 14. സോ നമുക്കിടയിൽ എന്തായാലും കുറച്ച് ആൾക്കാർ, പുതിയ ആൾക്കാരൊക്കെ കണ്ടെത്തി പ്രപ്പോസൊക്കെ ചെയ്തിട്ട് പുതിയ ബന്ധങ്ങളൊക്കെ ആരംഭിച്ചു കാണും. ഒരു കൂട്ടർ ബന്ധത്തിലിരിക്കുന്ന ആൾക്കാർ എന്തായാലും ടുഡേ ദേ ഹാവ് സെലിബ്രേറ്റഡ് വാലന്റൈൻസ് ഡേ. ആൻഡ് വേറൊരു കൂട്ടർ ഇപ്പോഴും ചിലപ്പോൾ പുതിയ ബന്ധങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുമായിരിക്കാം. എന്തായാലും എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ. ആക്ച്വലി വാലന്റൈൻസ് ഡേയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനു മുമ്പ് ഞാൻ കഴിഞ്ഞ വർഷം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണുക. ആൻഡ് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് കുറച്ച് കാര്യങ്ങളാണ് ഈ ദിവസവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു പ്രസന്റ് സിറ്റുവേഷനിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഇതൊരു വലിയൊരു വീഡിയോ ഒന്നുമില്ല കേട്ടോ, ചെറിയൊരു വീഡിയോ ആയിട്ട് ചുരുക്കിയാണ് പറയുന്നത്. സോ ഫുള്ളായിട്ടും കാണുക. പിന്നെ നമ്മുടെ SK പ്ലാറ്റൂണിൽ നിങ്ങൾ അംഗമല്ല എങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അംഗമാവുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആക്ച്വലി ഇന്ന് നമ്മൾ ഈ വാലന്റൈൻസ് ഡേ എന്തുകൊണ്ടാണ് ലോകം ഫുള്ളും സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്ന് ആരെങ്കിലും ഓർത്തിട്ടുണ്ടോ? നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണും പെണ്ണും പരസ്പരം സ്നേഹിക്കാനും പരസ്പരം ഒന്നിച്ചിരിക്കാനുമുള്ള ഒരു ദിനമായിട്ടാണ് February 14 കാണുന്നത്. എന്നാൽ അങ്ങനെ അല്ല. ഈ February 14 എന്നൊരു ദിനം ഇന്ന് ഇത്രയധികം സെലിബ്രേറ്റ് ചെയ്യപ്പെടാനും ഈ ഒരു ദിനത്തെ പ്രത്യേകമായിട്ട് കാണാനുമുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് റോം എന്ന് പറയുന്ന സ്ഥലത്ത് സെയിന്റ് വാലന്റൈൻ എന്ന് പറയുന്ന ഒരു പ്രീസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു വൈദികൻ. അപ്പോ ആ സമയത്ത് റോമില് ഈ റോമൊക്കെ ആ സമയത്ത് സാമ്രാജ്യമായിരുന്നു. അപ്പൊ ആ സമയത്ത് രാജഭരണമാണല്ലോ. അപ്പൊ അവിടുത്തെ ജനങ്ങളിൽ പ്രത്യേകിച്ചും ഈ യുവാക്കൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പട്ടാളത്തിലൊക്കെ ചേരണമെന്നുണ്ടായിരുന്നു. അപ്പൊ അതിൽ കുറെ ആൾക്കാർക്ക് താല്പര്യമുണ്ടാവും, കുറച്ച് ആൾക്കാർക്ക് താല്പര്യമില്ലായിരുന്നു. അപ്പൊ അങ്ങനെ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് ഉണ്ടാവല്ലോ. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മറ്റ് രാജ്യങ്ങളുമായിട്ട് ഇങ്ങനെ ഫൈറ്റ് ചെയ്യുമ്പോൾ കുറെ ആൾക്കാരൊക്കെ മരണപ്പെട്ടു പോകും, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ഒരു പുരുഷൻ അവിടെയുള്ള വേറൊരു സ്ത്രീയുമായിട്ട് ഇഷ്ടത്തിലാകുന്നു. അപ്പോൾ ഇവരുടെ ഇഷ്ടം പൊതുവെ രാജാവ് കണ്ടു കഴിഞ്ഞ പണിയാവും. അപ്പൊ അവരിൽ നിന്നെല്ലാം മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് കൂട്ടുനിന്ന ഒരു വ്യക്തിയായിരുന്നു ഈ സെയിന്റ് പ്രീസ്റ്റ് എന്ന് പറയുന്ന ഈ വൈദികൻ. അപ്പോൾ ഇവരുടെ സ്നേഹത്തെ തിരിച്ചറിയുകയും ഇവരെ പരസ്പരം ഒന്നിപ്പിക്കാനും വേണ്ടിയിട്ട് ആ ഒരു സിസ്റ്റത്തിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുകയാണ് ഈ വൈദികൻ സെയിന്റ് വാലന്റൈൻ. അപ്പൊ ഇത് പിന്നീട് രാജാവ് അറിഞ്ഞ് ഈ പ്രീസ്റ്റിനെ ജയിലിലടയ്ക്കുകയും ചെയ്യുന്നു. അങ്ങനെ ജയിലിൽ ഇരിക്കുകയും കുറച്ചു കാലം കഴിഞ്ഞിട്ട് ജയിലിൽ വെച്ച് തന്നെ മരണപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സെയിന്റ് വാലന്റൈൻ February 14 ആ ഒരു സമയത്താണ് ആക്ച്വലി മരണപ്പെടുന്നത്. അപ്പൊ അങ്ങനെ February 14 പുള്ളി അടക്കം ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഓർമ്മ ദിനമായിട്ടാണ് ആക്ച്വലി February 14 വാലന്റൈൻസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ദിനവുമായിട്ട് ബന്ധപ്പെട്ട് വേറെയും ഒരുപാട് സ്റ്റോറികളുണ്ട് വ്യത്യസ്ത രാജ്യങ്ങളിലായിട്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ വീണ്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. എന്തായാലും ഒരു കാര്യം മാത്രം എല്ലാവരും ഓർക്കുക, ആണും പെണ്ണും പരസ്പരം സ്നേഹിക്കുന്നതിന് വേണ്ടിയിട്ടോ ഇല്ലെങ്കിൽ അവർ പരസ്പരം ഒന്നിച്ചിരിക്കാൻ വേണ്ടിയിട്ടോ മാത്രമല്ല ഈ ഒരു ദിവസം ഇന്ന് ലോകം ഫുള്ളും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്. മറിച്ച് സ്നേഹം ഈ ഭൂമിയിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുമാണ് ഈ ദിനം ഇന്ന് പ്രത്യേകമായിട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്. സോ ആണും പെണ്ണും മാത്രമല്ല സ്നേഹിക്കുന്നത്, ഒരമ്മയും കുഞ്ഞും പരസ്പരം സ്നേഹിക്കുന്നുണ്ട്. ഒരു മൃഗത്തിന് മനുഷ്യനോടും മനുഷ്യന് മൃഗത്തോടും സ്നേഹമുണ്ട്. അതുപോലെ തന്നെ ഈ February 14 വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണെന്നറിയോ? നമ്മുടെ ഇന്ത്യയിലെ ജവാന്മാർ പുൽവാമ അറ്റാക്കിൽ കുറച്ച് ആൾക്കാർ മരണപ്പെട്ട കാര്യം നമുക്ക് ഇവർക്കും അറിയുന്നതാണ്. അവർ മരണപ്പെട്ട ദിനം കൂടിയാണ് ഇന്ന്. സോ അവരെയും നമ്മൾ ഈ ഒരു ദിനത്തിൽ പ്രത്യേകമായിട്ട് ഓർക്കേണ്ടതുണ്ട്. ആ ജവാന്മാർ നമുക്ക് വേണ്ടിയിട്ടാണ് മരണപ്പെട്ടത്, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് മരണപ്പെട്ടത്. സോ അതും ഒരു തരത്തിലുള്ള സ്നേഹമാണ്, നമ്മോടുള്ള സ്നേഹം.
പിന്നെ നമ്മുടെ നാട്ടിൽ വേറൊരു വിഭാഗമുണ്ട്, കർഷകർ. അവർക്ക് മണ്ണിനോട് ഒരു ബന്ധമുണ്ട്. അതും ഒരു തരത്തിലുള്ള സ്നേഹം തന്നെയാണ്. ഇങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ട് സാധിക്കും. സോ ഇങ്ങനെ സ്നേഹം എന്നത് ഒരു അൺകണ്ടീഷണൽ ആണ്. സോ ദർ ഈസ് നോ ബൗണ്ടറീസ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ഒരു വ്യക്തിയോട് കാണിക്കുന്നത് മാത്രമല്ല സ്നേഹം എന്ന് പറയുന്നത്, മറിച്ച് എല്ലാ ആൾക്കാരെയും നമുക്ക് സ്നേഹിക്കാൻ കഴിയണം. എല്ലാവരെയും സ്നേഹിക്കുമ്പോഴാണ് അത് യഥാർത്ഥത്തിലുള്ള ട്രൂ ലവ് ആയിട്ട് മാറുന്നത്. സോ ഇത് എല്ലാവരും റിയലൈസ് ചെയ്യുക, സ്നേഹിക്കുക. കാരണം സ്നേഹം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നാച്ചുറൽ, നോട്ട് എ കൾച്ചർ. നാച്ചുറൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മളെല്ലാവരും ഭൂമിയിലാണ് ജീവിക്കുന്നത്. ഈ ഭൂമിയിലെ ഒരു ജീവിയാണ് നമ്മൾ. സോ മറ്റ് ജീവികളെ പോലെ നമുക്കും എമോഷൻസ്, ഫീലിങ്സ് എല്ലാം ഉണ്ട്. അത് അതേ സമയത്ത് എക്സ്പ്രസ് ചെയ്യുക. പൊതുവെ ഈ കൾച്ചറിന്റെ ഭാഗമായിട്ട് പലപ്പോഴും ഇത്തരത്തിലുള്ള എമോഷൻസ്, ഫീലിങ്സ് ഒക്കെ പലപ്പോഴും എക്സ്പ്രസ് ചെയ്യാനായിട്ട് കഴിയാതെ വരാറുണ്ട്. സോ ഈ കൾച്ചർ എന്ന് പറയുന്നത് പൊതുവേ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയ സംഭവമാണ്. സോ അത് ഇത്തരത്തിലുള്ള കാര്യത്തിനെ തടസ്സപ്പെടുത്തുമ്പോൾ ജസ്റ്റ് ബ്രേക്ക് ആൻഡ് ബി യുവർ സെൽഫ് എന്നാണ് എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. ലൈഫ് ഒന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ലൈഫിൽ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും പ്രണയിക്കുക. മേ ബി ഇറ്റ് ഈസ് ഫെയിൽ ഓർ സക്സസ്, ബട്ട് ഒന്ന് മനസ്സിലാക്കുക, പ്രണയത്തിന് ദർ ഈസ് നോ ബൗണ്ടറീസ്. ഇറ്റ് ഈസ് ആൻ എമോഷൻ. അത് മാത്രം മനസ്സിലാക്കുക. ആരുമില്ല എന്നൊന്നില്ല. നമ്മളെ ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ട്. അവരോടൊപ്പം ജസ്റ്റ് ഗോ വിത്ത് ഫ്ലോ. ഓക്കെ, ദാറ്റ്സ് ഓൾ. അടുത്ത നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ബൈ ആൻഡ് ടേക്ക് കെയർ. ലവ് യു ഓൾ. താങ്ക് യു. ആൻഡ് വൺസ് അഗൈൻ ഹാപ്പി വാലന്റൈൻസ് ഡേ.